Okay, ma'am. Dear God, I pray for your abundant and merciful blessings on our life. As we start this new day, be my guiding light and lead my way in the right direction. Amen. എന്ന് പറ്റി കുറച്ച് പേര് ജോയിൻ ആയിട്ടുള്ളൂ. ടൈം മാം മിസ് ഇപ്പറ സൈഡിൽ ചേർന്നായിരിക്കുന്നേ. ഇച്ചിരി സെൻട്രലൈസ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരുന്നു. എല്ലാവർക്കും അങ്ങനെയാണ്. മൊബൈലില് മാത്രമാണോ? മൊബൈലിലൂടെ കാണുന്നവർക്ക് മാത്രമാണോ? ഞാൻ എന്റെ ഏത് സൈഡിലേക്ക് ചേരണം? എന്റെ റൈറ്റ് ഇതാണേ. ലെഫ്റ്റ് സൈഡിലോട്ട് ഇച്ചിരിയും കൂടിയും കാണണം. റൈറ്റ് സൈഡ് എൻ്റെ ഫോണിന്റെ കോർണർ ചേർന്നിരിക്കുന്നേ. ഓക്കെ ആണ് മാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ആളുകൾ എന്താ കുറവാകുന്നു? ഇറങ്ങാൻ ലേറ്റ് ആയതിന്റെ പ്രതിഷേധമാണോ? ഇന്റേൺഷിപ്പിന് പോയിട്ടുണ്ട് മിസ്സേ കുറച്ച് പേര്. ആണോ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. എന്റെ വോയിസ് എന്തായാലും നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കേൾക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? കുഴപ്പമില്ല. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ് ആയിരുന്നു എടുത്തിരുന്നത് അല്ലെ? അതിന് എത്ര ബോക്സ് ആയി? ട്രയാങ്കുലർ ബോക്സ് കഴിഞ്ഞിരുന്നു? അതൊരു കൺഫ്യൂഷൻ. അതോ 2 റെക്ടാങ്കിൾ ബോക്സ് ആണോ ചെയ്തത്? 3 ബോക്സ് കഴിഞ്ഞിട്ടുണ്ട് മിസ്സേ. ദാറ്റ് മീൻസ് ട്രയാങ്കുലർ ബോക്സ് കഴിഞ്ഞു. ഇനി നമുക്ക് ഹെക്സഗണൽ ബോക്സ് ആണ്. ഹെക്സഗണൽ ബോക്സ് ലാർജും ഉണ്ട് സ്മോളും ഉണ്ട്. ഒരു പിക്ചർ ഞാൻ ഷെയർ ചെയ്ത് തന്നില്ലായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? നമ്മൾ അത് നോക്കിയിട്ട് കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസിന്റെ ബോക്സസ് 1 to 5 എന്ന് പറഞ്ഞ് അതെടുത്തു വെച്ചോളൂ. നെക്സ്റ്റ് ഹെക്സഗണൽ ബോക്സ് ലാർജ് ആണ് എന്റെ കയ്യിലിരിക്കുന്നത്. അതിന്റെ ഷേപ്പും ഹെക്സഗണൽ തന്നെയാണ്. ഹെക്സഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 സൈഡുള്ള പോളിഗണെയാണ് നമ്മൾ ഹെക്സഗൺ എന്ന് പറയുന്നത്. ഈ ഹെക്സഗൺ റെഗുലർ ഹെക്സഗൺ ആണ്. അതായത് ഈ 6 സൈഡും ഈക്വൽ ആണ്. 6 സൈഡും ഈക്വൽ ആയിട്ട് വരുന്ന ഹെക്സഗണെയാണ് റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജനറലി ഹെക്സഗണിനെ നമ്മൾ പറയുള്ളൂ. 6 സൈഡും ഈക്വൽ ആകണമെന്ന് നിർബന്ധമില്ല ഹെക്സഗണിന്. 6 സൈഡ് ഉണ്ടായിരിക്കണം, ക്ലോസ്ഡ് പാറ്റേൺ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഈക്വൽ ആയിട്ട് വരുമ്പോൾ അത് റെഗുലർ ഹെക്സഗൺ ആണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നതാണ്. അപ്പൊ കുട്ടികൾക്ക് എളുപ്പത്തിൽ അത് തുറക്കാനായിട്ട് പറ്റും. ഇത് എന്താ പറയാ, തമ്മിൽ മാറിപ്പോയി മിക്സ് ആവാതിരിക്കാൻ ഞാനൊരു റബ്ബർ ബാൻഡ് ഇട്ട് സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അത് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊന്ന് കറക്റ്റ് ചെയ്യാൻ സമയം കുറെ പോകും. ബുദ്ധിമുട്ടിക്കുകയല്ല, സമയം കുറെ കഴിയുമ്പോൾ. ഞാൻ ജസ്റ്റ് ഇതിനകത്തുള്ള ഷേപ്സ് ഒക്കെ ഒന്ന് മാറ്റുകയാണ്. ഹെക്സഗണൽ ലാർജ് ബോക്സ് ആണ്. നമുക്ക് ഇതിനകത്ത് ഒരു ബേസ്, ഒരു ഹെക്സഗണൽ ഷേപ്പ് ഉണ്ട്. 6 സൈഡ്സും ഈക്വൽ ആണ്. സോ റെഗുലർ ഹെക്സഗൺ ആണ്. ചെയ്തേക്കും. ഞാനത് ഇവിടെ വെച്ചു കാണുന്നു. ഈ സൈഡല്ലേ കാണുന്നത് കൂടുതൽ. നെക്സ്റ്റ് നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിൾ എന്ത് ടൈപ്പ് ട്രയാങ്കിളാണ്? 3 സൈഡ്സും ഈക്വൽ ആണ്. 3 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെ നമ്മൾ എന്താ പറഞ്ഞത്? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലെ? ശരിയല്ലേ? 3 സൈഡ്സും ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാങ്കിൾ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈ 3 സൈഡും ഈക്വൽ ആണ്. ഇതിന്റെ 3 ആംഗിളും ഈക്വൽ ആണ്. 3 ആംഗിൾ ഈക്വൽ ആണെന്ന് പറയുമ്പോൾ ഓരോ ആംഗിളും 60 ഡിഗ്രി. കാരണം ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് 3 ആംഗിളുടെ സം നമുക്ക് 180 വരണം. 3ഉം ഈക്വൽ ആകണമെങ്കിൽ 3ഉം 180 വരണമെങ്കിൽ 60 ഡിഗ്രി ആയിരിക്കും ഈ 3 ആംഗിൾസ്. നെക്സ്റ്റ് നമുക്ക് യെല്ലോ കളറിൽ തന്നെ ട്രയാങ്കിൾസ് വേറെ ഉണ്ട്.
ഇത് എന്ത് ടൈപ്പ് ട്രയാങ്കിൾസ് ആണ്? ട്രയാങ്കിൾ രണ്ട് സൈഡ് ഈക്വലും ഒരു സൈഡ് ലെങ്ത് കൂടിയ. ഓക്കെ. ഈ ട്രയാങ്കിളിന് എന്താ പറയാ? ഐസോസിലസ്. ഐസോസിലസ് ട്രയാങ്കിൾ. അപ്പൊ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ഐസോസിലസ് ആണ്. സംടൈംസ് ഈ മൂന്നാമത്തെ അൺഈക്വൽ സൈഡ് ലാർജ് ആവാം, സ്മോൾ ആകാം, ഡിപ്പെൻസ്. മറ്റ് ഈക്വൽ സൈഡ്സിനേക്കാളും വലുതുമാകാം, ചെറുതുമാകാം കേട്ടോ. ഇനി ഈ ട്രയാങ്കിളിന്റെ ആംഗിളിനും പ്രത്യേകതയുണ്ട്. ഇതിന്റെ ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ്, അതായത് ഇവിടെ ഇവിടെ ഈ സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾ ഇവിടെയാണല്ലോ, ഈ സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾ ഇവിടെയാണല്ലോ. ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഇത് കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ളതല്ല, നിങ്ങൾക്കൊരു അറിയാം, നമുക്കൊക്കെ അറിയാവുന്ന, നമ്മൾ മാത്സ് പഠിച്ചതാ. ഒന്നുകൂടെ നമ്മളതൊന്ന് റിഫ്രഷ് ചെയ്തെടുക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു തന്നത് മാത്രം. ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഈക്വൽ ആയിരിക്കും. അതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഈക്വൽ സൈഡ്. ഇപ്പോ 70 ആണ് ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ഒരു ആംഗിൾ വരുന്നെങ്കിൽ നമുക്ക് ബാക്കി രണ്ട് ആംഗിൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിൾ 70 ആണെങ്കിൽ ഇതും 70 ആണ്. ഇത് രണ്ടും 70 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? മൂന്നാമത്തെ ആംഗിൾ 40 ഡിഗ്രി. 40 അല്ലെ? മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടണം. അപ്പോൾ ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ആംഗിൾ കിട്ടിയാലും നമുക്ക് ഇത് രണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. കാരണം രണ്ടും ഈക്വൽ ആണ്. മൂന്നും കൂടെ ആഡ് ചെയ്താൽ 180 കിട്ടണം. ഇത് രണ്ടും ഈക്വൽ ആണ്. എളുപ്പമാണ്. വീട്ടിലെ കുട്ടികൾക്ക് മാത്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. ഇങ്ങനത്തെ ഇതിന്റെ രണ്ട് സൈഡ്സും ഗേറ്റ് ലൈൻ ആയിട്ട് ബ്ലാക്ക് ലൈൻസ് തന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ അതുപോലെ തന്നെയുണ്ട്. സെയിം തന്നെ ഈക്വൽ ആയിട്ടുള്ളത് തന്നെ. ഇക്വലാറ്റർ അല്ല, ഐസോസിലസ് ട്രയാങ്കിൾ. രണ്ട് സൈഡ് ഈക്വൽ സൈഡ്സ് ഇത് ഗേറ്റ് ലൈൻ ആയിട്ട് തന്നിട്ടുണ്ട്, ബ്ലാക്ക് ലൈൻസ്. സിമിലർലി ഇത് അങ്ങനെ 3 ട്രയാങ്കിൾസ് അതുപോലെയുണ്ട്. ഇനി 3 ഒരേപോലുള്ള ട്രയാങ്കിൾസ്. ഇതും എന്ത് ടൈപ്പ് ട്രയാങ്കിൾ ആണ്? ഇതും ഐസോസിലസ് ട്രയാങ്കിൾ തന്നെ. ഇവിടെ ഗേറ്റ് ലൈൻ എന്ന് പറയുന്നത് ഈക്വൽ അല്ലാത്ത ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. അങ്ങനെ 3 നമുക്ക് കിട്ടും. ആ മൂന്നാമത്തെ സൈഡ് അൺഈക്വൽ സൈഡ് ഗേറ്റ് ലൈൻ ആയിട്ട് തന്നിട്ടുള്ളത്. ഇനി നമുക്കുള്ളത് 2 റെഡ് കളറിലുള്ള ട്രയാങ്കിൾസ് ആണ്. രണ്ടും ഒരേപോലത്തെയാണ്. ഇതും എന്ത് ട്രയാങ്കിൾ ആണ്? ഐസോസിലസ് തന്നെയാണ്. കാണുന്നില്ലേ? ഇതിന്റെ അൺഈക്വൽ സൈഡാണ് ഗേറ്റ് ലൈൻ ആയിട്ട് തന്നിരിക്കുന്നത് രണ്ടെണ്ണത്തിന്. പിന്നെ നമുക്ക് ആഷ് കളറിലുള്ള ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇതും ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഇതിന്റെ ഒരു ഈക്വൽ സൈഡാണ് ഗേറ്റ് ലൈൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കത് കൺസ്ട്രക്ട് ചെയ്യാം. ഈ ട്രയാങ്കിൾസ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ഷേപ്സ് കൺസ്ട്രക്ട് ചെയ്യാമെന്ന് നോക്കാം. ലാർജ് ബോക്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ലാർജ് ബോക്സിൽ നമുക്ക് കാണാം, ഫസ്റ്റ് ഞാനൊരു അതിന്റെ ബേസ് റെഗുലർ ഹെക്സഗൺ ഷേപ്പ് വെച്ചു. പിന്നെ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ. ഇനി ആ ട്രയാങ്കിളിനോട് ചേർന്ന് നിങ്ങൾക്ക് ബ്ലാക്ക് ഗേറ്റ് ലൈനിൽ വരുന്ന മറ്റു ട്രയാങ്കിൾ വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്ത് കാണാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് 3 ഇക്വലാറ്റർ ട്രയാങ്കിൾ ഉണ്ട്. അൺഈക്വൽ സൈഡ്സ് ബ്ലാക്ക് വരുന്നത്, ഒറ്റ സൈഡ് മാത്രം ഗേറ്റ് ലൈൻ വരുന്നത്. അത് ഈ ട്രയാങ്കിളിന്റെ എഡ്ജിലേക്ക് എന്ത് ഷേപ്പായി? എന്ത് ഷേപ്പ്? എത്ര സൈഡുള്ള ഷേപ്പാണ്? ആറ് സൈഡ്സ് എങ്ങനെയാണ്? ഈക്വൽ ആണോ അൺഈക്വൽ ആണോ? ഈ 3 ഐസോസിലസ് ട്രയാങ്കിൾ ആണ് നമ്മൾ അതുമായിട്ട് ജോയിൻ ആക്കിയിട്ടുള്ളത്. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സൈഡ്സ് ഈക്വൽ. ഇപ്പൊ ഈ ഹെക്സഗൺ എന്ത് ഹെക്സഗൺ ആയി? 6 ഈക്വൽ ആണ്. റെഗുലർ ഹെക്സഗൺ ആയി. നമുക്ക് ഇതേ മെഷർമെന്റിലുള്ള ഒരു ഹെക്സഗൺ കൺസ്ട്രക്ട് ചെയ്യും. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളും
മൂന്ന് ഈക്വൽ ഒരേപോലുള്ള ഐസോസിലസ് ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ട്. ഓക്കെ, അത് ക്ലിയർ ആയി. നമുക്കിനിയുള്ളത് മൂന്ന് യെല്ലോ കളറിലുള്ള ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഇതിന്റെ രണ്ട് ഈക്വൽ സൈഡ്സ് ആണ് ഗേറ്റ് ലൈൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഈ ഗേറ്റ് ലൈനുമായിട്ട് ടച്ച് ചെയ്തിട്ടാണ് മറ്റ് ട്രയാങ്കിളുടെ സൈഡ്സ് വരുന്നത്. രണ്ട് ബ്ലാക്കിലാണ് ഗേറ്റ് ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് രണ്ട് ഗേറ്റ് ലൈൻ ഒരുമിച്ച് ജോയിൻ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത്. ഒരെണ്ണം വെച്ചു. നമുക്ക് എപ്പോഴും കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഔട്ടർ എഡ്ജ് ബ്ലാക്ക് ലൈൻ വന്നിട്ട് കാര്യമില്ല. കാരണം ബ്ലാക്ക് ലൈൻസ് തമ്മിലാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഔട്ടറിൽ ഏറ്റവും പുറത്തേക്ക് കാണുന്ന സൈഡ് ബ്ലാക്ക് ലൈനിന്റെ ആവശ്യമില്ലല്ലോ. കാരണം അതുമായിട്ട് ജോയിൻ ആവാൻ വേറെ ഷെയ്ഡ്സ് ഒന്നും വരുന്നില്ല. അപ്പൊ അകത്തേക്ക് എപ്പോഴും ബ്ലാക്ക് ലൈൻസ് വെക്കും. ഈ രണ്ട് ബ്ലാക്ക് ലൈൻസ് ജോയിൻ ആയി ഈക്വൽ ആയിട്ടുള്ള രണ്ട് സൈഡ്സിലെ ബ്ലാക്ക് ലൈൻസ്. ആ രണ്ട് ട്രയാങ്കിളിന്റെ തന്നെ രണ്ട് ബ്ലാക്ക് ലൈൻസ് ആണ് ഇപ്പൊ പുറത്തേക്കായിട്ട് നിൽക്കുന്നത്. അപ്പൊ അതിലേക്ക് മറ്റേ ട്രയാങ്കിളിന്റെ രണ്ട് ബ്ലാക്ക് ലൈൻസ് വരുന്ന ഭാഗം ജോയിൻ ആയിട്ട് ഇത് എന്ത് ട്രയാങ്കിൾ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യും. എന്ത് ടൈപ്പ് ട്രയാങ്കിളാണ്? ഒരേപോലെ ഈക്വൽ ഈക്വൽ ആയിട്ട് ട്രയാങ്കിൾ. നമ്മളത് കൺസ്ട്രക്ട് ചെയ്യും. ശരിയാക്കി. അത് രണ്ട് ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അതിന്റെ ഈക്വൽ അല്ലാത്ത സൈഡ് മാത്രമാണ് ബ്ലാക്ക് ലൈൻ. സോ കൺസ്ട്രക്ട് ചെയ്യാൻ എളുപ്പം. ഇത് എന്ത് ഷേപ്പാണ്? സ്ക്വയർ അല്ലേ? റോംബസ് ആണോ? റോംബസ് ആണ്. കാരണം ഈക്വൽ സൈഡ്സ് ആണ് പുറത്ത് കാണുന്ന 4 സൈഡ്സ് അല്ലെ. ഇതൊരു റോംബസ് ആണ്. പിക്ചറിൽ അതിന്റെ ഗേറ്റ് ലൈൻസ് പുറത്തേക്കാണ് കാണുന്നത്. പക്ഷെ ശരിക്കും ഗേറ്റ് ലൈൻസ് ആണ് നമുക്ക് ഇത് എന്താ പറയുക ജോയിൻ ആക്കേണ്ടത്. അതായിരുന്നു ശരിക്കും റൂള്. എന്തുകൊണ്ട് പിക്ചറിൽ പുറത്തേക്ക് അത് കാണിക്കുന്നു എനിക്കത് ക്ലിയർ ആയിട്ട് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. എനിവേ നമ്മൾ ഇങ്ങനെ ഗേറ്റ് ലൈൻസിനെ തമ്മിൽ ജോയിൻ ചെയ്യിച്ചാൽ ഇതെന്തായി? പാരലലോഗ്രാം ആണ്. പാരലോഗ്രാം. കാരണം എന്താണെന്ന് വെച്ചാല് സൈഡ്സ് ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രമാണ് ഈക്വലും പാരലൽ ആയിട്ട് വരുന്നത്. ഇതിപ്പോ പിക്ചറിനെ പോലെ തന്നെ ചെയ്താൽ ഇത് എന്തായി? ചില പോലെ തന്നെ ചെയ്താൽ അത് റോംബസ് ആണ്. ഇതേ സെയിം മെഷർമെന്റ് തന്നെ വരും. കാരണം ഈക്വൽ സൈഡ്സ് ആണ് പുറത്ത് കാണുന്നത്. പക്ഷെ ഗേറ്റ് ലൈൻസ് എപ്പോഴും നമ്മൾ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിളിന്റെ ഒരു റൂൾ എന്ന് പറയുന്നത്. ഇത് പാരലലോഗ്രാം ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യും. ലാർജ് ബോക്സിൽ നമുക്ക് ഇത്രയും ഷേപ്സ് ആണ് വരുന്നത്. ജനറൽ ആയിട്ട് നമുക്കൊരു ഹെക്സഗൺ ഷേപ്പ് ഉണ്ട്, റെഗുലർ ഹെക്സഗൺ. പിന്നെ നമ്മൾ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളും 3 ഈക്വൽ ആയിട്ടുള്ള ഐസോസിലസ് ട്രയാങ്കിളും കൂടെ ഉപയോഗിച്ച് വീണ്ടും ഒരു റെഗുലർ ഹെക്സഗൺ ഇതേ മെഷർമെന്റ് ഉള്ളത് കൺസ്ട്രക്ട് ചെയ്തു. പിന്നെ 3 ഒരേപോലുള്ള ഐസോസിലസ് ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ട് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. പിന്നെ 2 ഒരേപോലുള്ള ഐസോസിലസ് ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ട് റോംബസ്. 2 ഐസോസിലസ് ട്രയാങ്കിൾ ഒരേപോലുള്ള ഐസോസിലസ് ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ട് ഒരു പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്തു. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, കുറച്ച് നമ്മൾ ഒന്ന് എഫേർട്ട് ഇട്ടാൽ നമുക്കും ഇതേ ബോക്സസ് ഉണ്ടാക്കാം. ഇനി ഹെക്സഗണൽ ബോക്സ് സ്മോൾ ആണുള്ളത്.
സ്മോൾ ബോക്സിൽ ശരിക്കും പറഞ്ഞാൽ കുറെ ഷേപ്സ് ഉണ്ട്, കുറെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും, കുറെ ഷേപ്സ് കൺസ്ട്രക്ട് ചെയ്യാം. ഒരു സ്മോൾ റെഗുലർ ഹെക്സഗൺ തന്നെയാണ്, എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ബോക്സും ഒരു റെഗുലർ ഹെക്സഗൺ ഷേപ്പിലുള്ള ബോക്സ് തന്നെയാണ്. നമുക്കൊരു ബേസ് ഒരു റെഗുലർ ഹെക്സഗൺ, ഇത് എന്ത് ടൈപ്പ് ട്രയാങ്കിൾ ആണ്? കാണിക്കുന്നില്ലേ? ഈക്വൽ ആണോ? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. 3 സൈഡ്സും ഈക്വൽ ആണ്. നമുക്ക് അതേപോലെ 3 ഒരേപോലുള്ള ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. അതിലെ ഗേറ്റ് ലൈൻസ് എന്ന് പറയുന്നത് ഒരെണ്ണത്തിന് 2 സൈഡിൽ ഗേറ്റ് ലൈൻ ഉണ്ട്, ബാക്കി 2 എണ്ണത്തിനും ഒരു സൈഡിലെ ഗേറ്റ് ലൈൻ. അതിൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? 2 സൈഡ് ഗേറ്റ് ലൈൻ ഉള്ള ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ ആ ഗേറ്റ് ലൈനിലേക്ക് അയക്കണം, ഒരു സൈഡ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ സെറ്റ് ചെയ്യും. ഈ രണ്ട് സൈഡിലും ഗേറ്റ് ലൈൻ ഉള്ള ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇത് ഒരു സൈഡേ ഉള്ളൂ, ഈ സൈഡ് അത് വിട്ടിലേക്ക് ജോയിൻ ആയി. ഇവിടെയും ഒരു സൈഡിൽ അത് നടുക്ക് വെച്ച ആ ട്രയാങ്കിളിന്റെ ഗേറ്റ് ലൈനിലേക്ക് ജോയിൻ ആയി. ഇത് എന്ത് ഷേപ്പാണ്? എന്ത് ഷേപ്പാ? ഇതിന്റെ മേൽക്കൂര് പോലുള്ള ഷേപ്പ് ഏതാ? ട്രപ്പീസിയം അല്ലേ? പറഞ്ഞുതരും. ട്രപ്പീസിയം ഓപ്പോസിറ്റ്സ്, ഒരു പാരലൽ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടാവും, മറ്റേത് 2 നോൺ പാരലൽ ആയിരിക്കാം. ട്രപ്പീസിയം, ഓക്കെ. ട്രപ്പീസിയം എന്നുള്ള പേരെല്ലാം മറന്നു. ഇതും അതേപോലെ തന്നെയുള്ള ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. നമുക്ക് 6 പീസ് ഉണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതില് 3 ട്രയാങ്കിളിന്റെ ഈ 3 ട്രയാങ്കിള് ഒരേപോലെയുള്ള 3 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് ഒരേപോലെ ഉള്ളത്. ഇതിന്റെ 2 സൈഡും ഗേറ്റ് ലൈൻ ഉണ്ട്, ബ്ലാക്ക് ലൈൻസ്. ഈ 3 എണ്ണത്തിന് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ഈ 3 എണ്ണത്തിന് 2 സൈഡ്സ്, ഓപ്പോസിറ്റ് വരുന്ന 2 സൈഡ്സ്, ഇങ്ങനെ വരുന്ന 2 സൈഡ്സ് ഗേറ്റ് ലൈൻ ഉള്ളതാണ്. ഇതിനും കേട്ടോ, എല്ലാത്തിനും 6 അങ്ങനെ തന്നെയാണ്. 6 എണ്ണത്തിനും 2 സൈഡ്സ് ഗേറ്റ് ലൈൻ ഉള്ളത്. നമ്മൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും? ഗേറ്റ് ലൈൻ ഇല്ലാതെ ഒരു സൈഡ് ഉണ്ട്, അപ്പൊ അത് പുറത്തേക്ക് പോകണം അല്ലേ? കാരണം അതുമായിട്ട് ജോയിൻ ആവാൻ പിന്നെ ഒന്നുമില്ല. അപ്പൊ അതിനെ പുറത്ത് പോകുന്ന രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്യണം. അടുത്തത് 2 ഗേറ്റ് ലൈൻസ് ഇവിടെയും ഇവിടെയാണ്, പുറത്ത് അതിനെ ജോയിൻ ആക്കി കൊണ്ടുള്ള പുറത്തേക്ക് പോണ സൈഡില് മാത്രം ഗേറ്റ് ലൈൻ വരിക, അകത്തേക്കുള്ളതിലൊക്കെ ഗേറ്റ് ലൈൻ. കാരണം ഷേപ്സ് കുറെ ഉണ്ടെങ്കിലും ഈ ഒരു ബോക്സിനെ കൺസ്ട്രക്ട് ചെയ്യാൻ കുറച്ചുകൂടെ ഈസിയാണ്. ഇതെന്തായി? ഹെക്സഗൺ, റെഗുലർ ഹെക്സഗൺ തന്നെയല്ലേ? എല്ലാ സൈഡ്സും ഈക്വൽ അല്ലേ? ഞാൻ സൈഡിലേക്ക് വെക്കുവാനായിട്ട് ആദ്യം നമുക്കൊരു ജനറൽ ഹെക്സഗൺ ഉണ്ടായിരുന്നു, പിന്നെ 3 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ട് നമ്മളൊരു ട്രപ്പീസിയം ക്രിയേറ്റ് ചെയ്തു. 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ട് വീണ്ടും ഒരു റെഗുലർ ഹെക്സഗൺ ക്രിയേറ്റ് ചെയ്തു.
ഇതിൽ യെല്ലോ മിസ്സിംഗ് ആണ്. അതെടുക്കാം. പിന്നെ ഇതും എന്ത് ട്രയാങ്കിൾ? ഈക്വലന്റ് ട്രയാങ്കിൾ. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, ഇതിന്റെ ഒരു സൈഡിൽ മാത്രമേ ഗേറ്റ് ലൈൻ ഉള്ളൂ. സെയിം തന്നെയാണ് ഇതും. ആ ഒരു സൈഡിൽ മാത്രം ഗേറ്റ് ലൈൻ ഉള്ളൂ. എളുപ്പമാണ്, ആ രണ്ട് സൈഡും കൂടെ ജോയിൻ ആക്കും. ഇതെന്തായി? പുറത്തുള്ള 4 സൈഡ്സും ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. എന്താണത്? റോംബസ് അല്ലെ? നമുക്ക് 6 ട്രയാങ്കിൾസ് ഉണ്ട്. ഈ 6 ട്രയാങ്കിളും ഒരേപോലത്തെയാണ്. ഒരേപോലെയാണ്. ഇതിന്റെ എല്ലാത്തിന്റെയും 3 സൈഡ്സിലും ഗേറ്റ് ലൈൻ മാർക്ക് ചെയ്തേക്കുക, ബ്ലാക്ക് ലൈൻസ് മാർക്ക് ചെയ്തേക്കുക. പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതിന്റെ ഔട്ട്ലൈൻ പുറത്ത് കാണുന്ന ഭാഗത്തും ഒരു ബ്ലാക്ക് മാർക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 3 ട്രയാങ്കിൾസ് യൂസ് ചെയ്തിട്ട് ഓരോ ട്രയാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്യാം. 6 ഈക്വൽ ആയിട്ടുള്ളതാണ്. അപ്പൊ ഏത് 3 എടുത്താലും കുഴപ്പമില്ല. പിന്നെ 3ന്റെയും 3 സൈഡ്സിലും ഗേറ്റ് ലൈൻസ് ഉണ്ട്. ഇപ്പൊ എന്ത് ട്രയാങ്കിൾ ആയി? ഈക്വൽ. ഈക്വൽ. പോകുന്ന 3 സൈഡ്സും ഈക്വൽ ആണല്ലോ അല്ലെ? സെയിം തന്നെ. സെയിം ട്രയാങ്കിൾ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതേപോലുള്ള ഏതോ ഒരു ബോക്സിൽ ഇതിന്റെ യെല്ലോ മാറിയിരിക്കുന്നു. അത് പറഞ്ഞാൽ അത് കൺഫ്യൂഷൻ. അത് ജസ്റ്റ് ആ ബേസ് ട്രയാങ്കിൾ ആണ് കേട്ടോ. കണ്ടിട്ടില്ല. ഓക്കെ, ഇത്രയും ട്രയാങ്കിൾസ്. അപ്പൊ കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ കഴിയും. ഒരു സമയമൊക്കെ എടുത്ത് എഫേർട്ടൊക്കെ എടുത്ത് ഒന്ന് ചെയ്ത് നമ്മൾ തന്നെ ഇപ്പൊ കാർഡ്ബോർഡ് കട്ട് ചെയ്ത് അങ്ങനെ കളറൊക്കെ കൊടുത്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിന്റെ നല്ലൊരു സെറ്റ് ഉണ്ടായിരിക്കും. ബോക്സ് ഒന്നും ഉണ്ടാവില്ലെന്നേ ഉള്ളൂ. എന്നാലും എന്ത് താല്പര്യം ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പതുക്കെ ചെയ്യാം. ഇപ്പൊ ചെയ്ത് വെക്കണം എന്ന് നിർബന്ധം പറഞ്ഞതല്ല കേട്ടോ. സ്കൂളിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പോവുകയാണെങ്കിൽ നല്ലതാണ്. എനിക്ക് തോന്നുന്നു കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ് ആക്കിയല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ബൈനോമിയൽ ക്യൂബ്സ് ഉണ്ട്, ട്രൈനോമിയൽ ക്യൂബ്സ് ഉണ്ട്, അതുപോലെ തന്നെ ജോമെട്രിക്കൽ സോളിഡ്സ്. ജോമെട്രിക്കൽ സോളിഡ്സിന്റെ ഒരു പിക്ചർ ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. അതൊന്ന് എടുത്തിട്ടുള്ളൂ. ഈ ഷേപ്പ് ഒക്കെ വരയ്ക്കാൻ അറിയുന്നവർക്ക് ഈ സോളിഡ്സ് ഒക്കെ ഒരു ചാർട്ടിലൊക്കെ വരച്ച് വെക്കാം കേട്ടോ.
ഞാൻ അത് പഠിക്കുന്ന സമയത്ത് 2017 ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ബ്ലൂ കളറിലുള്ള ജോമെട്രിക്കൽ സോളിഡ്സും വുഡൻ കളറിലുള്ള ജോമെട്രിക്കൽ സോളിഡ്സും ആണ് ഉണ്ടായിരുന്നത്. എന്റെ ബാഗായിട്ട് ഒന്നിന് ബ്ലൂ ഷെയ്ഡ്സ് മാത്രമുള്ളത്, ഒരെണ്ണത്തില് വുഡൻ കളറിലുള്ളത്. പക്ഷെ നിങ്ങൾക്ക് വന്നിരിക്കണമെങ്കിൽ കാണാം ഡിഫറെന്റ് കളറാണ്. നമുക്കറിയാം കുട്ടികൾ കളർ വളരെ പെട്ടെന്ന് സെൻസ് ചെയ്യുന്നത് അറിയാം. അപ്പോൾ കളർ സെൻസ് ചെയ്യുന്നത് അത് കാരണമായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അത് കാരണമായിരിക്കാം ഓരോ ഷേപ്പും ഓരോ കളറില് അവർ ഐഡന്റിഫൈ ചെയ്യുന്നത്. നമ്മള് എന്താ ബീറ്റ് സ്ട്രിങ് ചെയ്തപ്പോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബുക്ക് ഉപയോഗിച്ച് നമ്മൾ ചെയ്തു. പക്ഷെ ഡോക്ടർ മോണ്ടെസോറി ഓരോ നമ്പറിനും ഓരോ കളറാണ്. അപ്പൊ കളർ വെച്ചിട്ട് ഈ കളർ വന്നാൽ ഈ നമ്പറാണ് എന്നുള്ള സെൻസ് അവർക്ക് വരും. കാരണം അവർക്ക് ക്രൊമാറ്റിക് സെൻസ് അവർ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കൂടുതലും അവർ ട്രിഗർ ചെയ്യുന്നത് കളറുമായിട്ട് നല്ല രീതിയിൽ അവർക്കൊരു ട്രിഗർ വരും. ഇത് എന്ത് ഷേപ്പാ കാണാമെന്നില്ല. സ്ഫിയർ. അല്ലെ? ഏതൊക്കെ ചുറ്റും കാണുന്ന ഷേപ്സുമായിട്ട് കുട്ടികൾ കണക്ട് ചെയ്യും? ബോള് മെയിനായിട്ട്, പിന്നെ എർത്ത്, ലഡു, കൊഴുക്കട്ട, ഭക്ഷണമായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഗ്ലോബ്. അവരുടെ മോണ്ടിസോറി സ്കൂളില് എൻവയോൺമെന്റില് ഗ്ലോബ് ഉണ്ടായിരിക്കും. ബോള്, ഗ്ലോബ്, പിന്നെ അവര് തന്നെ ഷേപ്പ് കുഴച്ച് ഉണ്ടാക്കാൻ അത് മണ്ണ് വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഫ്ലോർ എന്തെങ്കിലും വെച്ചിട്ട് അവരത് കുഴച്ചൊക്കെ ഉണ്ടാക്കും. നമ്മൾ ചപ്പാത്തി കുഴിക്കാൻ നേരത്ത് അവർക്ക് ഒരു ബോൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെ? അപ്പൊ സ്ഫിയർ റെഡ് കളറിൽ അത് വന്നത് കാരണം അവർക്കത് പെട്ടെന്ന് അത് കണക്ട് ചെയ്യുന്ന ഒരു ഇതെന്ത് ഷേപ്പാണ്? സിലിണ്ടർ ആണോ? ഈ ഷേപ്പ് ചുറ്റും കാണുന്നതുമായിട്ട് അവർ കണക്ട് ചെയ്യാൻ തുടങ്ങും. അവർ ഡെയിലി കാണുന്ന എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവരത് കണക്ട് ചെയ്യും. ചില പാത്രങ്ങൾ, പോട്ട്, അങ്ങനെയൊക്കെയുള്ളത് ഈ ഒരു ഷേപ്പിൽ വരുമല്ലോ. ചെയ്തത് ഇങ്ങോട്ട് വയ്ക്കും. ഇതെന്ത് ഷേപ്പ്? പിരമിഡ്. ട്രയാങ്കുലർ ബേസ്ഡ് പിരമിഡ് ആണോ അത്? കോണാണത്. കോൺ ചെറുതായതുകൊണ്ടേ ഇച്ചിരി കാണാനൊരു. ഇത് എന്തൊക്കെ ഷേപ്സുമായിട്ട് അവർ കണക്ട് ചെയ്യും? കോൺ, ഐസ്ക്രീം, മെയിനായിട്ട് ഐസ്ക്രീം. ബർത്ത്ഡേ ക്യാപ്പ് അല്ലെ? കോൺ ഐസ്ക്രീം, ബർത്ത്ഡേ ക്യാപ്പ് ഒക്കെ കണക്ട്. ഇതെന്ത് ഷേപ്പ്? ക്യൂബ്. റെക്ടാങ്കുലർ ആണോ അത്? അല്ല, ക്യൂബോയിഡ്. ബോക്സ്. അത് ഓവൽ ഷേപ്പ് അല്ലേ മാഡം? എഗ്ഗായിട്ട് കണക്ട്. ഇപ്പൊ രണ്ടെണ്ണം ഉണ്ട്.
അത് രണ്ടും ഒരേ ഷേപ്പ് ആയിട്ടല്ലേ തോന്നുന്നത് മേഡം? ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമായിട്ട്. ഇതിന്റെ ഇതിന്റെ രണ്ട് സൈഡും ഒരേപോലെ, ഇതിന്റെ ടോപ്പ് ഞാൻ പിടിച്ചിരിക്കുന്ന മുകൾ ഭാഗം കൂർത്തിട്ടാണ്. ഡിഫറൻസ് മനസ്സിലായോ? ഇത് ഒരേപോലെ വരും. ഞാൻ ക്യാമറയുടെ അടുത്തേക്ക് കൊണ്ടുവന്നോ. യെസ് മാം. ഇത് കണ്ടോ? ഒരു സൈഡ് കൊടുത്തിട്ടല്ലേ മുകൾ ഭാഗം? മിസ്സിന്റെ റൈറ്റ് കാണാൻ പറ്റുന്നില്ല. ആ ഓക്കെ ഓക്കെ. ഇതോ രണ്ട് സൈഡും ഒരുപോലെയാ കേട്ടോ. നമ്മൾ ഈ പിടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കൈയുടെ പാട് വരും, പക്ഷേ ഒരേപോലെ ഇരിക്കില്ലേ? രണ്ടെഡ്ജും രണ്ട് ആ പോയിന്റ് എന്റെ വിരൽ വെച്ചിരിക്കുന്ന രണ്ട് ഭാഗവും ഒരുപോലെ. ഈ ഒരുപോലെയുള്ളത് എല്ലിപ്സോയിഡും, മുകളിൽ മാത്രം ഒന്ന് കൂർത്ത് താഴെ ഇച്ചിരി ഫ്ലാറ്റ് ആയിട്ടുള്ളത് ഓവോയിഡ്. ഇതാണ് എഗ്ഗിന്റെ ഷേപ്പ്. ശരിയല്ലേ? എഗ്ഗിന്റെ ഷേപ്പ് അങ്ങനെയല്ലേ? ഒരു ഭാഗം കൂർത്തിട്ടും മറ്റേ ഭാഗം ഇച്ചിരി ഫ്ലാറ്റും. ഇതോ ബേസ് സ്ക്വയർ ആണേ. സ്ക്വയർ ബേസ്ഡ് പിരമിഡ്. ഇത് ബേസ് ട്രയാങ്കിൾ ആണേ. ഇപ്പൊ ട്രയാങ്കിൾ ബേസ്ഡ് പിരമിഡ്. ട്രയാങ്കുലർ ബേസ്ഡ് പിരമിഡ്. അല്ലെ? ട്രയാങ്കുലർ പ്രിസം ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ ട്രയാങ്കുലർ പ്രിസം. ഇതിന്റെ ഗ്ലാസ് നമുക്ക് കാണാം. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ട്രയാങ്കിളിന്റെ കൂടെ വ്യൂ ചെയ്യുന്ന രീതിയിൽ ഗ്ലാസ് ടൈപ്പ് പിരമിഡ് ഒക്കെ അവൈലബിൾ ആണ്. ട്രയാങ്കുലർ പ്രിസം നമ്മുടെ ക്യൂബോയിഡിനെ അതുകൊണ്ടാണ് റെക്ടാങ്കുലർ പ്രിസം എന്ന് പറയുന്നത്. ഇതിന് ചുമ്മാ ജനറലി പ്രിസം എന്ന് പറയാതെ ഷേപ്പ് ആ ട്രയാങ്കിൾ ബേസ് ആണ് എൻഹാൻസ് ചെയ്യുന്ന ഒരു സൈഡ്. അതുകൊണ്ട് ട്രയാങ്കിൾ പ്രിസം എന്നും, ഇത് റെക്ടാങ്കിൾ ഷേപ്പിനെ എൻഹാൻസ് ചെയ്യുന്നത് റെക്ടാങ്കിൾ പ്രിസം എന്ന് പറയും. ഇത്രയുമാണ് ജോമെട്രിക്കൽ ഷേപ്സ്. ഇനി നമുക്ക് ബൈനോമിയൽ ക്യൂബ്സും ട്രൈനോമിയൽ ക്യൂബ്സും ചെയ്യണം. ഇതൊന്ന് മാറ്റിക്കൊണ്ടേ. രണ്ടും ഞാൻ പറഞ്ഞു തരാം. ഇത് ബൈനോമിയൽ ക്യൂബ്സിന്റെ ബോക്സ് ആണ്. ഇതിന്റെ ലിഡിലും സൈഡിലും ഒക്കെ അതുപോലെ കളർ കോമ്പിനേഷൻസിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിന് ബ്ലാക്ക് കളറിൽ കാണുന്നത് റെക്ടാങ്കിൾ ഷേപ്പും അതുപോലെ തന്നെ യെല്ലോയും റെഡും ക്യൂബ് ആയിട്ടാണ്. ഇത് റെഡാണ്. അത് മെയിൻ്റനൻസിന്റെ ഭാഗമായിട്ട് കുട്ടിയെ കൊണ്ട് പെയിന്റ് എടുപ്പിച്ചത് അത് ബ്രൗൺ ആയിക്കൊണ്ട് ബ്രൗൺ കളറായി. നമുക്ക് ഈ ഒരു ബോക്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ട് സൈഡ് നമുക്ക് ഓപ്പൺ ആക്കാനായിട്ട് പറ്റും. രണ്ട് സൈഡ് ഓപ്പൺ ആക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ബൈനോമിയൽ ക്യൂബ്സ് അതിനകത്ത് ഇരിക്കുന്നുണ്ട്. ഇതില് ക്യൂബും ഉണ്ട് ക്യൂബോയിഡും ഉണ്ട്. പക്ഷെ നമ്മളിതിനെ ബൈനോമിയൽ ക്യൂബ്സ് എന്നാണ് പറയുന്നത്. ബൈ എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? ബൈ ടു സ്ക്വയറോ? ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 4 അല്ലേ? ഇത് ബൈ 2, അതായത് രണ്ട് ലെയർ ഉണ്ട്. രണ്ട് ലെയറിലാണ് നമ്മളിത് സ്റ്റാക്ക് ചെയ്യുന്നത്.
ആദ്യത്തെ ലെയറിൽ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 4 എണ്ണം, 4. രണ്ട് ലെയർ ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ലെയറിലും എഗെയിൻ 2 സ്ക്വയർ, അവിടെയും 4 എണ്ണം. അങ്ങനെ ടോട്ടൽ എത്ര പീസ് ഉണ്ട്? 8. 8 പീസ് ഉണ്ട്. അതിൽ ക്യൂബും ഉണ്ട്, ക്യൂബോയിഡും ഉണ്ട്. കളർ വരുന്നത് റെഡ് ഉണ്ട്, ബ്ലൂ വരുന്നുണ്ട്, പിന്നെ റെഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ, അതുപോലെ തന്നെ ബ്ലൂ ബ്ലാക്ക് കോമ്പിനേഷൻ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പം 3 കളറും അതിന്റെ കോമ്പിനേഷൻസും വരുന്നുണ്ട്. 8 പീസസ് ഉണ്ട്. 2 ലെവൽ അല്ലെങ്കിൽ 2 ലെയർ ആയിട്ടാണ്. ബൈ എന്നുള്ളത് 2 ആണ്. അപ്പൊ 2ന്റെ ആ ഒരു പവർ 2 സ്ക്വയർ 2 സ്ക്വയർ, അങ്ങനെ 4 എണ്ണം 2 ലെയർ ആയിട്ട് സ്റ്റാക്ക് ചെയ്തിരിക്കുന്നു. അങ്ങനെ 8 പീസ്. നമുക്ക് ഏതൊരു മെറ്റീരിയൽ എടുത്താലും അതിന്റെ ഓരോ ഭാഗങ്ങൾ കുട്ടികൾക്ക് പലതും പഠിക്കാനുള്ളതാണ്. ഇതിന്റെ അടപ്പ് ഉൾപ്പെടെ പഠിക്കാനുള്ള സംഭവങ്ങളാണ്. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 2 ഭാഗം ഓപ്പൺ ആയി ഇവിടെ ഒരു സ്പേസ് ഇല്ലേ, ഇവിടെ ഇത് പതുക്കെ ഇങ്ങനെ വെക്കും. കുട്ടികൾക്ക് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുമ്പോൾ നമുക്കിവിടെ കാണാമല്ലേ. നിങ്ങൾക്ക് ഇവിടെ കാണുന്ന റെഡ്, 2 ബ്ലാക്ക്, ഇവിടെ ബ്ലൂ. ഇനി നമ്മളിത് അറേഞ്ച് ചെയ്യുമ്പോൾ ഈ റെഡ് കളറിൽ കാണുന്ന എന്ത് ഷേപ്പാണ്? സ്ക്വയർ. ഈ ബ്ലൂവോ? ബ്ലൂ സ്ക്വയർ ആണ്. ബ്ലാക്ക് രണ്ടും റെക്ടാങ്കിൾ ഷേപ്പാണ്. നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഇത് വെച്ച് റെഡ് വെച്ച് തുടങ്ങാം. ആദ്യം നമ്മൾ റെഡിലാണ് വെക്കുന്നതെങ്കിൽ ഇതിൽ വെക്കുന്ന ഷേപ്പ് എന്താണോ അതിന്റെ ബേസ്, അതായത് അത് ഈ ഭാഗത്തേക്ക് ടച്ച് ചെയ്യുന്നതിന്റെ കളറും ഈ കളറും സെയിം ആയിരിക്കണം. അതായത് റെഡ് തന്നെയായിരിക്കണം. പിന്നെ കറക്റ്റ് ഈ ഏരിയ തന്നെയായിരിക്കണം. ഇതിൽ തന്നെ അത് ഇരിക്കണം. വെച്ചാൽ നമുക്ക് കാണേണ്ടതാണ്. അത് നമുക്ക് ബ്ലൂ വെക്കാം. അപ്പൊ പിന്നെ മറഞ്ഞു പോകൂലെ. എനിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും തോന്നുന്നുണ്ട് പറഞ്ഞു. ഇവിടെ ബ്ലൂവിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് വെച്ച് തുടങ്ങുമ്പോൾ മറഞ്ഞ് ഇതാക്കില് കാണിച്ചത്. ഓക്കെ, ബ്ലൂ. ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പ് ആണ് അല്ലെ. നമ്മളിവിടെ ഏത് സോളിഡ് ആണോ വെക്കുന്നത് അതും ഇതും കൂടെ ടച്ച് ചെയ്യുന്ന ആ ഫേസ് ഒരേ കളർ ആയിരിക്കണം. ഇത് ബ്ലൂ ആണ്. ഞാനിത് വെക്കുമ്പോൾ ഈ ബ്ലൂ ഫേസ് തന്നെ ഇതിൽ ടച്ച് ചെയ്യണം. ആ ഏരിയയിൽ നിൽക്കുകയും വേണം അല്ലെ. അപ്പൊ ഒരെണ്ണം വെച്ച് വരും. നമ്മൾ ഇതാണ് വെക്കുന്നതെന്നായിരിക്കും. ബ്ലാക്ക് ഇവിടെ ടച്ച് ചെയ്യുന്ന, നമ്മൾ വെക്കുന്ന സോളിഡിന്റെ ഇവിടെ ടച്ച് ചെയ്യുന്ന ഭാഗം ബ്ലാക്ക് ആയിരിക്കണം. കൂടാതെ അത് നമ്മൾ നേരത്തെ വെച്ച ബ്ലൂ ക്യൂബിനെ ടച്ച് ചെയ്യൂലേ, ആ ഭാഗം ബ്ലൂ ആയിരിക്കണം. ടച്ച് ചെയ്യുന്ന ഭാഗങ്ങൾ ഒരേ കളറിൽ വെക്കാം. ക്ലിയർ ആയോ? അപ്പൊ നമ്മളിവിടെ അപ്പം ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ ബ്ലൂ വരണം, ഇവിടെ ബ്ലാക്ക് വരയ്ക്കണം. അപ്പം ബ്ലൂ ബ്ലാക്ക് കോമ്പിനേഷൻ ആണെന്ന് മനസ്സിലായി. ഇത് ബ്ലൂ ബ്ലാക്ക്, ടച്ച് ചെയ്യുന്ന ഭാഗം ബ്ലാക്ക്, ഈ ഫേസ് ബ്ലൂ ആണ്, അത് ഈ ബ്ലൂ ആയിട്ട് ടച്ച് ചെയ്യും. അപ്പൊ കറക്റ്റ് ചെയ്യില്ലേ? ഓക്കെ. ഇനി ഈ ബ്ലാക്ക്, ഇവിടെ നമുക്ക് എന്താ, ഈ ബേസിൽ ടച്ച് ചെയ്യുന്ന ഫേസ് ബ്ലാക്ക് ആയിരിക്കണം. ഇതുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ അത് ബ്ലൂ ആയിരിക്കണം. അഗെയിൻ നമുക്ക് അങ്ങനെ വരുന്നുണ്ട്. 3 പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെയാണ് വെക്കുകയാണ്. ഈ ബേസ് റെഡ് ആണ്, അത് ഇവിടെ 2 ഫേസിനെ ടച്ച് ചെയ്യുന്നു അല്ലെ. ഈ 2 ഷേപ്പിനെ ടച്ച് ചെയ്യുന്നു. ഇത് രണ്ടും ബ്ലാക്ക് ആണ്. ഇവിടെ റെഡ് ആയിരിക്കണം, ഈ മുകളിൽ വരുന്ന ഈ 2 ഫേസും ബ്ലാക്ക് ആയിരിക്കണം. സോ അങ്ങനെ നമുക്കൊരു ഷേപ്പ് ഉണ്ട്, റെഡും ബ്ലാക്കും കോമ്പിനേഷൻ. ഈ 2 ബ്ലാക്ക് ആണ്, അത് ബ്ലാക്ക് വഴിക്ക് ടച്ച്. ഓക്കെ, ക്ലിയർ ആയോ? ഫസ്റ്റ് ലെയർ നമ്മൾ സ്റ്റാക്ക് ചെയ്തു. ഇനി കുട്ടികളുടെ വിരല് കുറച്ചുകൂടെ ചെറിയ കയ്യിലായിരിക്കുമല്ലോ, അപ്പൊ മുഴുവൻ വയ്ക്കാം. നമുക്കാകുമ്പോൾ 3 ഫിംഗേഴ്സ് ഒക്കെ ഇനഫ്. മുഴുവൻ വെച്ചിട്ട് ഒരേ ലെവലാണെന്ന് നോക്കണം. ഇത് സ്കെയിൽ കൊടുക്കുമോ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ കൺവീനിയൻസ് ചൈനീസ് ഷേപ്പ്. അപ്പൊ കറക്റ്റ് ആണ്. അത് അങ്ങനെ എടുത്തിട്ട് ഈ ബോക്സിനകത്തേക്ക് അത് നമ്മൾ പ്ലേസ് ചെയ്യും. ഫസ്റ്റ് ലെയർ നമ്മൾ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് അടുത്തത് വീണ്ടും നമ്മൾ തുടങ്ങാം. ഇവിടെ ബ്ലൂ ആണ്, ഇവിടെ ടച്ച് ചെയ്യുന്നത് ബ്ലൂ ആയിരിക്കണം. നമുക്കിനി ബ്ലൂവിന്റെ വരുന്നത് ആകെ ഒരു ബ്ലൂ
ടച്ച് ചെയ്യുന്ന ഭാഗം വെച്ചു. നെക്സ്റ്റ് ഇവിടെയാണ്, ഇവിടെ ബ്ലാക്ക് ആണ് അല്ലേ, അതുപോലെ തന്നെ ഇതിന്റെ ഫേസും ബ്ലാക്ക് ആണ്. നമുക്കിനി ആകെ ബാക്കിയുള്ളത് റെഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ടച്ച് ചെയ്യുന്ന ഭാഗം ബ്ലാക്ക്, ഈ സൈഡ് ബ്ലാക്ക് പ്ലേസ് ചെയ്യും. അടുത്തത് ഇവിടെ സെയിം ബ്ലാക്ക് അല്ലെ വരുന്നത്. അങ്ങനെ റെഡ് ബ്ലാക്കിന്റെ ഒരു കോമ്പിനേഷനേ ഉള്ളൂ, അതും പ്ലേസ് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് എന്താ, ഈ രണ്ട് ഫേസ് റെഡ് അല്ലേ, താഴെയും റെഡാണ്. അപ്പൊ 3 സ്ഥലവും റെഡ് വരണം. ആദ്യ റെഡിന്റെ ഒരു ട്യൂബ് മാത്രമേ ഉള്ളൂ. നമുക്കിത് എത്ര അനലൈസ് ചെയ്ത് റിസർച്ച് ചെയ്തായിരിക്കും ഡോക്ടർ മോണ്ടിസോറി ഇത് ഡിസൈൻ ചെയ്തത്. എളുപ്പമുള്ള കാര്യമായിരുന്നില്ലല്ലേ, അത്രയും അവര് എഫേർട്ട് എടുത്ത് ചെയ്തത്. നമുക്കൊരു സുഡോക്കു ചെയ്യാൻ നോർമൽ ആയിട്ടുള്ളത് ബേസ് നമ്മൾ ചെയ്യുമായിരിക്കും. ഇത്തിരി ഒന്ന് കോംപ്ലിക്കേറ്റഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ കൺഫ്യൂഷൻ വരും. പിന്നെ ഗൂഗിളിനോട് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ എയോട് ചോദിക്കാനുള്ളത്. തന്നെ എഫേർട്ട് ഇവിടെ കുട്ടികൾ തന്നെ എഫേർട്ട് എടുക്കും. അതിന് അതേപോലെ തന്നെ ഇതിന്റെ മുകളിലേക്ക് വെക്കണം. മുകളിലേക്ക് വെക്കുമ്പോൾ താഴെയുള്ള കളേഴ്സുമായിട്ട് അത് കറക്റ്റ് ആയിരിക്കും. ഇനി ഞാൻ ഈ ഒരു ലെയറിനെ ഒന്ന് പുറത്തേക്ക് എടുക്കുവാണ് കേട്ടോ. ഈ കുട്ടി തെറ്റിച്ച് വെച്ചു വിചാരിച്ചു, ഇത് ചുമ്മാ ഇങ്ങനെ വെച്ചു വിചാരിച്ചു. നമുക്ക് ഇതൊന്നും ലെവലല്ല അല്ലെ, ലെവലല്ലാതാണ് ഒരെണ്ണം താന്നിരിക്കുന്നു. അതാണ് നമ്മൾ വിരലോ സ്കെയിലോ വെച്ചിട്ട് അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരെണ്ണം മാറിപ്പോയാൽ ആ എൻ്റെറിൽ അത് മാറ്റം വരും. അപ്പൊ കുട്ടിക്ക് മനസ്സിലാകും, വിരൽ വയ്ക്കുമ്പോൾ അത് കറക്റ്റ് ആണെങ്കിലൊക്കെ മനസ്സിലാവും എന്തോ എവിടെയോ മിസ്റ്റേക്ക്. കുട്ടികളുടെ വരുന്നുണ്ട്, നമ്മളുടെ ഇവിടെ ട്രെയിനിങ്സ് വന്ന് ചെയ്യുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും. അവർക്കും അത് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ചെയ്ത് കഴിയുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? നമ്മുടെ ഈ ഒരു പിക്ചർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതിന്റെ ടോപ്പും. പിക്ചറിൽ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അത് കണ്ടോ, ബ്ലാക്ക് റെഡ്. ഈ സൈഡ് ഒക്കെ അത് തന്നെ ക്രോസ് ചെയ്യാം. ക്ലിയർ ആയോ? എന്നൊരു 11 എടുക്കാന്ന് വിചാരിക്കുന്നത് ലാംഗ്വേജിന്റെ നിങ്ങൾക്ക് അശ്വതി മിസ് പറഞ്ഞായിരുന്നു. PG എടുക്കുന്ന അശ്വതി മിസ് ലാംഗ്വേജ് ഏരിയ ഒരു സ്കീം എന്ന് പറഞ്ഞിട്ട് കുറച്ച് തിയറി പാർട്ടുണ്ട്, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ എനിക്ക് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. ഇവിടെ നോക്കുക, ഇത് സ്ക്വയർ ആണെന്ന് പറഞ്ഞു. ഇത് രണ്ടും സ്ക്വയർ ആണ് അല്ലേ. സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? അങ്ങനെ വല്ലതാണ്. പൈ വരുന്നത് നമ്മുടെ സർക്കിളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് റെക്ടാങ്കിളിന്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ, റെക്ടാങ്കിൾ ചതുരം എന്ന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞിട്ടുള്ളത് നീളം ഇൻറ്റു വീതി അല്ലേ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സ്ക്വയർ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡ്സും ഈക്വൽ അല്ലേ, അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ അല്ലേ. അപ്പൊ സൈഡ് ഇൻറ്റു സൈഡ് ജസ്റ്റ് ഒരു അസംഷൻ ചെയ്യാം. ഈ റെഡ് കളറിലുള്ള സ്ക്വയറിന്റെ സൈഡ് എ ആണെന്ന് വിചാരിക്കുക. അപ്പൊ 4 സൈഡും എ ആണ് അല്ലെ. അപ്പൊ സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറയുമ്പോൾ എന്താ, എ ഇൻറ്റു എ സ്ക്വയർ അല്ലേ. ഇനി ബ്ലൂ കളറിലുള്ള അതും സ്ക്വയർ അല്ലേ, ബ്ലൂവിൽ കാണുന്നത്, അതിന്റെ സൈഡ് ബി ആണെന്ന് വിചാരിക്കുക. ഇത് രണ്ട് ഈക്വൽ അല്ല, അപ്പൊ അതിന്റെ സൈഡ് വ്യത്യാസമായിരിക്കും, ബി ആണെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ ഏരിയ ബി ഇൻറ്റു ബി സ്ക്വയർ അല്ലേ. ഓക്കെ, ഈ റെഡിന്റെ സൈഡ് എ ആണെങ്കിൽ അതിന്റെ തൊട്ട് താഴെ സൈഡ് ഷെയർ ചെയ്യുന്ന റെക്ടാങ്കിളിന്റെ ആ സൈഡ് എ അല്ലേ. ഇനി ബ്ലൂവിന്റെ സൈഡ് ബി ആണെങ്കിൽ ആ റെക്ടാങ്കിൾ ബിയുമായിട്ട് മീൻസ് ബ്ലൂ കളറുമായിട്ട് ഷെയർ ചെയ്യുന്ന സൈഡ് ബി അല്ലേ. റെക്ടാങ്കിളിന്റെ നീളവും വീതിയും ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടിയില്ലേ, എയും ബിയും. അപ്പൊ അതിന്റെ ഏരിയ എന്താ, എ ഇൻറ്റു ബി, എ ബി. അതുപോലെ തന്നെയല്ലേ ഈ റെക്ടാങ്കിള്, ഒരു സൈഡ് ബ്ലൂ ആയിട്ടും ഒരു സൈഡ് റെഡും ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അവിടെ
എ ഇൻറ്റു ബി തന്നെയല്ലേ ഏരിയ. ഈ 4 ഏരിയ ഒന്ന് ആഡ് ചെയ്ത് നോക്കി. ഇത് A², ഇത് B², ഇത് AB, ഇതും AB. 4 ഏരിയ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? A² plus B² plus AB plus AB. അതായത് A² plus B² plus 2AB അല്ലേ? AB plus AB എന്ന് പറയുന്നത് 2AB അല്ലേ? കൺഫ്യൂഷൻ ആയോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? A² plus 2AB plus B². കേട്ടിട്ടുണ്ട്, എനിക്ക് അന്നും അത് മനസ്സിലാകത്തില്ല. Ma'am, A plus B the whole square is equal to A² plus B² plus 2AB. Yes, A plus B the whole square is equal to A² plus 2AB plus B². ഇത് ഓൾജിബ്രയിലെ ഐഡന്റിറ്റിയാണ്. ഓൾജിബ്രയിൽ നമ്മൾ ആദ്യം പഠിച്ച ഐഡന്റിറ്റിയാണ്. നമ്മൾ ഈ ഓൾജിബ്രയിൽ ഈ ഐഡന്റിറ്റി ഏത് ക്ലാസ്സിലാണ് പഠിച്ചത്? 8th-ലില്ലേ? 8th-ലാണ് അല്ലെ? നമ്മുടെ ഈ കുട്ടികള് മാത്സിന്റെ ബേസ് ഒക്കെ എല്ലാം നല്ല തറവായി കഴിയുമ്പോൾ അവരെ ഇത് പഠിപ്പിക്കും. മീൻസ് അവരിത് പ്രസന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. പക്ഷെ ഇവർക്കത് ഓൾജിബ്ര ആണെന്നോ ഐഡന്റിറ്റി ആണെന്നോ അറിയില്ല. പക്ഷെ അവരത് മനസ്സിലാക്കും. അതാണ് ലേറ്റർ എഡ്യൂക്കേഷന്റെ പ്രിപ്പറേഷൻ ആണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ബാച്ചിലൊരു കുട്ടി പാസ് ഔട്ട് ആയിട്ട് 3rd ബാച്ചിലെ ടീച്ചറായിട്ട് ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. നല്ല മിടുക്കിയായിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. മറ്റു ടീച്ചേഴ്സിനും കുട്ടികൾക്കും പാരന്റ്സിനും ഒക്കെ ഉപയോഗിക്കും. അപ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ചു, ഞാൻ PTTC എടുക്കട്ടെ എന്ന് ചോദിച്ചു. പ്രീ പ്രൈമറി TTC. ഞാൻ ചോദിച്ചു അതെന്തിനാ എടുക്കുന്നതെന്ന് ചോദിച്ചു. അല്ല, എല്ലാ ടീച്ചർമാരും അത് എടുക്കുന്നുണ്ട്. LKG-യിലും നഴ്സറിയിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട്. ഇപ്പൊ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. LKG-യിലും UKG-യിലൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്. വേറൊരു കുട്ടിയുടെ മെസ്സേജ് ഒരേ സമയത്ത് വന്നു. അതാണ് യൂണിവേഴ്സ് ഇങ്ങനെ കണക്ട് ആക്കുന്നതെന്ന് പറയുന്നത്. മാം, ഞാൻ PTTC കഴിഞ്ഞതാ, പക്ഷെ അതിന് കാര്യമൊന്നുമില്ലാന്ന് എനിക്ക് മനസ്സിലായി. മോണ്ടിസോറിയും കൂടി എടുത്തു കഴിഞ്ഞാല് വാല്യൂ ഉണ്ടോ? ഞാൻ ഈ മെസ്സേജ് മറ്റേ ആളെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല ഏർണിംഗ് ഉണ്ട് ആൾക്ക്. ഒന്നുമില്ലെങ്കിൽ TTC എടുക്കും, നിങ്ങൾക്ക് KTET എഴുതാം, അല്ലെങ്കിൽ B.Ed നോക്കും. അപ്പൊ നെറ്റും സെറ്റും ഒക്കെ എഴുതാം, B.Ed മെമ്മോഡും ഒക്കെ കഴിയുവാണെങ്കിൽ. നമ്മൾ ചുമ്മാ എന്തെങ്കിലും പഠിച്ചൊരു സർട്ടിഫിക്കറ്റ് നമ്മുടെ ഷെൽഫിൽ കൊണ്ടുപോയി വെക്കാന്നുള്ളതല്ല. അത് നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന് ട്രഡീഷണൽ മെത്തേഡും ഒന്നിന് മോണ്ടിസോറി മെത്തേഡും സെയിം തന്നെയാണ്. ഞാൻ PTTC കഴിഞ്ഞതാണേ. അപ്പോ അതില് എന്നുവെച്ചാ തിയറി ഉണ്ട്, കുറച്ച് സംഭവങ്ങളൊക്കെ ഇതുപോലെ തന്നെ, ഇതിനേക്കാളും കൂടുതൽ ഉണ്ടാക്കാനുണ്ട്. പക്ഷെ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത് അതിൽ പഠിപ്പിക്കണില്ല. കുറെ ഇതാവുമ്പോ നമുക്ക് കുട്ടികളായിട്ട് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് ഇതൊക്കെ ഇപ്പൊ എനിക്ക് ഒത്തിരി മനസ്സിലായി. അപ്പൊ അതിലങ്ങനെ ഞങ്ങൾക്ക് തിയറി കുറെ സംഭവങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ട് ഇതിലാണ് എങ്ങനെ പഠിപ്പിക്കണം, കുട്ടികളായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം എന്നൊക്കെ മനസ്സിലായത്. കാരണം നമുക്ക് ടൈം വെറുതെ നമ്മൾ എവിടെ ടൈമും മണി ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടണം അല്ലേ? അപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പഠിക്കുന്നു, ആരെങ്കിലുമൊക്കെ പഠിക്കുന്നതുകൊണ്ട് പഠിക്കുന്നുണ്ടല്ല, അത് പഠിച്ചാൽ എനിക്ക് എന്താണ് ബെനിഫിറ്റ്? നമ്മൾ പഠിക്കുന്നത് ബെനിഫിറ്റ് തന്നെ നോക്കണം. അത് എന്റെ പ്രൊഫൈല് കൂടാൻ അതെന്നെ സഹായിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് പഠിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ചുമ്മാ നമ്മൾ പോയി അതും ഇതൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസൈഡ് ചെയ്യും. പക്ഷേ ഇനീഷ്യലി നമ്മൾ ഡിപ്പെൻഡന്റ് ആകരുത്, നമ്മൾ ഇൻഡിപെൻഡന്റ് ആകണം. നമ്മൾ നമ്മുടെ കാലിൽ നിന്ന് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പഠിക്കാനൊക്കെ പോകാനായിട്ട്, പുതിയ കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് വീണ്ടും വീണ്ടും നമുക്ക് വേണ്ടിയിട്ട് ഒരാളെ കൊണ്ട് സ്പെൻഡ് ചെയ്യിക്കുക എന്നുള്ളതല്ല. ഓൾറെഡി നമ്മൾ മോണ്ടിസോറി കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഒരു ഏർണിംഗ് സെറ്റ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറോടോ അച്ഛനോ ആരാണോ നിങ്ങൾക്ക് പഠിക്കാൻ സഹായിക്കുന്നത്, മോണിറ്ററി ആയിട്ട് ആരാ സഹായിക്കുന്നത്, അവരോട് പറയുക എനിക്ക് കടമായി തന്നാൽ മതി, ഇത്ര നാളും കൊണ്ട് ഞാനിത് തിരിച്ചു തരും. അപ്പൊ നമുക്കൊരു ലക്ഷ്യമായി എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി സമ്പാദിക്കുക, എന്നിട്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അവർ ചിലപ്പോൾ തിരിച്ചു വേണമെന്നോ ഒന്നും പറയുമ്പോഴായിരിക്കും, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോന്നും ഉണ്ടാവില്ലായിരിക്കും. അത് നിനക്ക് എത്ര വേണേലും പഠിച്ചോളൂ, ഇതിനെന്താ തിരിച്ചു നിന്നെന്താ ഒക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ അതല്ല, നമ്മളത് നോക്കുക, അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യും. സ്കൂൾ നടത്തണമെന്നും ഒക്കെ ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ഇതൊക്കെ കിൻഡർഗാർട്ടൻ എന്താന്ന് അറിഞ്ഞാൽ നന്നായിരിക്കും. ഇത് പ്രീ പ്രൈമറി TTC എന്താന്ന് അറിയുന്നത് നന്നായിരിക്കും. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ നമ്മൾ നോക്കാം, ടൈമും മണിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ റിട്ടേൺസ് എങ്ങനെയാന്നുള്ളത്
ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായി. ഓക്കെ, ഇത് ബൈനോമിയൽ ക്യൂബ്സ്. നമുക്ക് ട്രൈനോമിയൽ ക്യൂബ്സും നമുക്കുണ്ട്. പക്ഷെ ഞാൻ പല തവണ പർച്ചേസ് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് ട്രൈനോമിയൽ ക്യൂബ്സ് ക്യാൻസൽ ആയി, ക്യാഷ് തിരിച്ചു വരുമായിരുന്നു. അപ്പൊ അതിന്റെ ബേസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈനോമിയൽ സ്ക്വയർ എന്നും പറഞ്ഞിട്ട് ഒരെണ്ണം വാങ്ങിച്ചു. അതിൽ നമുക്ക് സോളിഡ്സ് ഇല്ല, ചുമ്മാ സ്ട്രിപ്സ് മാത്രമേ ഉള്ളൂ. അതായത് സ്ക്വയറും റെക്ടാങ്കിൾ ആ ഷേപ്പുകൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഷേപ്സ് മാത്രമേ ഉള്ളൂ. അപ്പോ ഇപ്പൊ ബൈനോമിയൽ ക്യൂബ് എന്താന്ന് എനിക്ക് മനസ്സിലായി. ബൈ 2 ആണ്, 2 ലെയർ 2 സ്ക്വയർ. ഇനി ട്രൈനോമിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അപ്പൊ 3 ആണ് അല്ലെ, ട്രൈ അല്ലെ, 3 ലെയർ ആയിരിക്കും. അപ്പൊ 3 സ്ക്വയർ 3 സ്ക്വയർ 3 സ്ക്വയർ അങ്ങനെ 3 ലെയർ ആണ്. അപ്പൊ എത്ര എണ്ണം ഉണ്ടാവും? 3 സ്ക്വയർ 3 സ്ക്വയർ 3 സ്ക്വയർ എത്രയായിരിക്കും? 27. 27 അല്ലെ. നമുക്ക് ബൈനോമിയലില് 3 കളറും അതിന്റെ കോമ്പിനേഷൻസും വന്നു. റെഡ്, ബ്ലാക്ക്, ബ്ലൂ അല്ലെ. ഇതിന് സെയിം തന്നെ എക്സ്ട്രാ ഒരു കളർ വരുന്നത് ഒരു യെല്ലോയാണ്. ഇതില് ഈ കളർഫുൾ ആയിട്ട് വരുന്നതാണ് സ്ക്വയർ, ബാക്കിയെല്ലാം റെക്ടാങ്കിൾ ആണ്. അതിൽ ഒരേപോലുള്ള 2 റെക്ടാങ്കിൾ, 3 ഒരേപോലത്തെ ഈക്വൽ റെക്ടാങ്കിൾസ്. അപ്പൊ ഇതിന്റെ സൈഡ് എ ആണെങ്കിൽ ഇതിന്റെ ഏരിയ എ സ്ക്വയർ, ഇതിന്റെ സൈഡ് ബി ആണെങ്കിൽ ഇതിന്റെ ഏരിയ ബി സ്ക്വയർ, ഇതിന്റെ സൈഡ് സി ആണെങ്കിൽ ഇതിന്റെ ഏരിയ സി സ്ക്വയർ. ഓക്കെ, ഇനി ഈ ഒരു റെക്ടാങ്കിൾ സിയുമായിട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു സൈഡ് സി ആയി, അതുപോലെ ബിയുമായിട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു സൈഡ് ബി ആയി. അപ്പൊ സിയും ബിയും ആണ് ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും. ദാറ്റ് മീൻസ് ഇതിന്റെ ഏരിയ ബി സി. ക്ലിയർ ആയോ? ഇഷ്ടമായിരുന്നു. ഇത് ഈ റെക്ടാങ്കിള് സൈഡ് ഷെയർ ചെയ്യുന്നത് യെല്ലോ ആയിട്ടും ബ്ലൂ ആയിട്ട്. അപ്പൊ ബിയും സിയും ആണ് വിചാരിക്കാം സൈഡ്സ്. ദാറ്റ് മീൻസ് ബി സി ആയി. 2 ബീസ് 2 ബീസ്. ഈ റെക്ടാങ്കിൾ 2 ഒരേപോലത്തെ റെക്ടാങ്കിൾ സൈഡ് ഷെയർ ചെയ്യുന്നത് റെഡുമായിട്ടും ബ്ലൂ ആയിട്ട്. അപ്പൊ എ ബി 2 എ ബി 2 എ ബി. ഇത് റെഡുമായിട്ടും ഷെയർ ചെയ്യുന്നുണ്ട്, യെല്ലോയുമായിട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് എ സി 2 എ സി. ക്ലിയർ ആയോ? 3 ഡിഫറെന്റ് സൈഡ്സിലുള്ള സ്ക്വയർ ഉണ്ട്. എ ബി സി, എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ എ ബി ആയി. ഇനി ഇത് രണ്ടും ഈ 3 റെക്ടാങ്കിൾ ഉണ്ട് പെയറായിട്ട്. ഇതിന്റെ സൈഡ് ബിയും സിയും ആണ്. അപ്പൊ ബി സി അങ്ങനെ 2 ഉണ്ട്, 2 ബി സി. ഇതിന്റെ സൈഡ്സ് എയും സിയും ആണ്. അപ്പൊ 2 ഉണ്ട്, 2 എ സി ഏരിയ. ഇതിന്റെ സൈഡ്സ് എയും ബിയും ആണ്. സോ 2 ഉണ്ട്, 2 എ. ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്തേ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2 എ ബി പ്ലസ് 2 ബി സി പ്ലസ് 2 എ സി. എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ. അതും ഒരു ഐഡന്റിറ്റിയാണ് ഒറിജിനൽ. കണ്ടോ, കുട്ടികൾ സിമ്പിൾ കൗണ്ട് ചെയ്യാനും നമ്പർ ഫെമറൈസേഷൻ പഠിച്ച് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞ് നേരെ വന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓൾജിബ്ര വരെ എത്തി നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കും. എഴുതി നോക്കിക്കോളൂ കേട്ടോ. ഇത് ഇങ്ങനെ വരും. ഈ ഡയഗണലായിട്ട് കാണുന്നത് 3 സ്ക്വയേഴ്സ്, റെഡ് കളറിലും ബ്ലൂ കളറിലും പിന്നെ യെല്ലോ കളറിലും. അതിന്റെ സൈഡ്സ് ഷെയർ ചെയ്യുന്ന നമുക്ക് 6 റെക്ടാങ്കിൾ ഉണ്ട്. അതിൽ ഒരേപോലെ 2 ഒരു റെക്ടാങ്കിൾ 2 വീതം അങ്ങനെ ഒരേപോലത്തെ അങ്ങനെ 6 പെയറായിട്ട്. ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നത്. നമുക്ക് ബീഡ്സിന്റെ അഡീഷണൽ മൾട്ടിപ്ലിക്കേഷൻ മുന്നോട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ക്ലാസ്സുള്ളതല്ലേ ഞാൻ എന്തായിരിക്കും സെറ്റ് വെച്ചിട്ടുണ്ട്. വേഗം ഒന്ന് പറയട്ടെ. ഇത് ക്ലിയർ ആയോ? ഇത് ട്രൈനോമിയൽ സ്ക്വയേഴ്സ് ആണ്. ജസ്റ്റ് സ്ട്രിപ്പ് മാത്രമേ ഉള്ളൂ. സ്ക്വയറും
റെക്ടാങ്കിളും ജസ്റ്റ് ആ ഒരു ഓൾജിബ്രയുടെ ഐഡിയ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കി അത് പർച്ചേസ് ചെയ്തതാ. മറ്റേത് കിട്ടുന്നില്ലായിരുന്നു ആ ഒരു സമയത്ത്. ഇതുപോലെ തന്നെ സ്റ്റാക്ക് ചെയ്യാൻ തന്നെയാണ്. അതിനകത്ത് കുറച്ചധികം ഷെയ്ഡ്സ് ഉണ്ടെന്ന് മാത്രം. 3 ലെയറും ആണെന്ന് മാത്രം. ഓരോ ലെയറിലും ഇവിടെ ഒരു ലെയറിൽ 4 ഉണ്ടപ്പോൾ അവിടെ 9 എണ്ണം. അഡീഷൻ നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ പേപ്പറിൽ കുട്ടികൾക്ക് 4+3 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഈക്വൽ ടു എഴുതി കൊടുക്കും. അപ്പൊ കുട്ടി 4 എന്നുള്ളതിന് 4 ബീഡ്സ് എടുക്കും. കൗണ്ട് ചെയ്ത് നോക്കിയിട്ട് 4 എടുക്കുന്നു. നമുക്ക് വേണമെങ്കിൽ പ്ലസ് എന്നുള്ള സിമ്പിൾ ഇതിന്റെ ഇവിടെ വയ്ക്കാം. കാണാൻ പറ്റുന്ന 4 ഇവിടെ പ്ലസ് സിമ്പിൾ വയ്ക്കാം. 3 1 2 3 എന്ന് കൗണ്ട് ചെയ്ത് അവർ 3 ഈക്വൽ ടു സ്റ്റഡിക്ക് വെച്ചാൽ മതി കേട്ടോ, കാണാനില്ല. കാണാമോ? 4 പ്ലസ് വെച്ചു 3 ഈക്വൽ ടു കുട്ടികൾ കണ്ടിന്യൂസ് കൗണ്ട് ചെയ്യും. 1 2 3 4 5 6 7 എന്ന് കൗണ്ട് ചെയ്യും. ഈക്വൽ ടു 7 ബീഡ് സ്ട്രിങ് നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ 7 ബീഡ് സ്ട്രിങ് വയ്ക്കാം. 10 വരെയും നമുക്ക് ബീഡ് സ്ട്രിങ്സ് അവൈലബിൾ ആണല്ലേ, 7 വൈറ്റ് അല്ല. സോ ഈക്വൽ ടു ആയിട്ട് നമുക്ക് 7 വയ്ക്കാം. ഇനി അതേസമയം 5+7 ആണ് ഗെയിം എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് കൗണ്ട് ചെയ്യുമ്പോൾ 12 കിട്ടും. 12 ബീഡ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ പേപ്പറിൽ അവരെ എഴുതിച്ചാൽ 12 എന്ന് എഴുതാൻ അവർക്ക് അറിയുമെന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ്. ഇനി ഇത് അഡീഷൻ. ഈ അഡീഷൻ തന്നെ നമുക്ക് 2 നമ്പറിനെ ആഡ് ചെയ്യുക ചെയ്തത്. നമുക്കിതിനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണം. അതായത് 1+2+3+4+5 അങ്ങനെയുള്ള അഡീഷൻ ആണെന്ന് വിചാരിക്കുക. സ്നേക്ക് ഗെയിം ടൈം പറയണേ. പാമ്പിനെ പോലെ കുട്ടികൾ അത് പ്ലേസ് ചെയ്യും. 2+3+4+5 അങ്ങനെ 5 എണ്ണം എടുക്കുവാണ്. വേറെ അധികം എടുക്കുന്നില്ല. പ്ലേസ് ചെയ്യുമ്പോൾ 1 ഇങ്ങനെ വളച്ചൊളച്ചിട്ട് സ്നേക്ക് പോലെ 2 3 4 5 സ്നേക്ക് പോലെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഗെയിം പോലെ അവർ കളിക്കും. ഇനി അവർ ചെയ്യുന്നത് സ്നേക്കിനെ നമ്മൾ കൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ 1+2 കൗണ്ട് ചെയ്യാൻ മതി. അവർ 3 കൗണ്ട് ചെയ്യും. ഇതിനെ മാറ്റിയിട്ട് ഇതിന് പകരം 3 പ്ലേസ് ചെയ്യും. ഇനി അടുത്ത 2 എണ്ണം അവർ ചെയ്തതെണ്ണം വെറുതെ വെച്ച് കരഞ്ഞ് വെച്ച് അടുത്ത 2 എണ്ണം 3+4 അല്ലേ കൗണ്ട് ചെയ്യുമ്പോൾ 7 കിട്ടും. അപ്പൊ അതിനെയും സ്നേക്കിനെ കട്ട് ചെയ്തിട്ട് അതിന്റെ ഭാഗത്ത് 7 വയ്ക്കുക. സ്നേക്ക് 3 പാർട്ടായി അറിയാം. ഇതിനെ കണ്ടിന്യൂസ് അവരെ കൊണ്ട് കൗണ്ട് ചെയ്യിക്കുക. 3നെയും കണ്ടിന്യൂസ് കൗണ്ട് ചെയ്യിക്കുക. ആൻസർ എന്താണ് കണ്ടുപിടിക്കുക. ഇതാണ് 2 കൂടുതൽ നമ്പേഴ്സ് ആഡ് ചെയ്യാനായിട്ട് ചെയ്യിക്കുന്ന ഒരു വഴി. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ 3 × 4 ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം രണ്ടാമത്തെയാണ് മൾട്ടിപ്ലയർ അല്ലേ. അപ്പൊ നമ്മൾ 4 പ്രാവശ്യം 3 എടുക്കണം. എന്താ വേണ്ടത്? 4 times 3 വേണം. അപ്പൊ 3 എന്നുള്ള ബീഡ് സ്ട്രിങ് 4 തവണ എടുക്കണം. പേപ്പറിന് 3 × 4 എഡിക്കും വേണം കേട്ടോ. നമുക്ക് ഇതിനെ നിരത്തി 4 തവണ 3 എടുക്കും. 3 × 4 എന്ന് പറയുമ്പോൾ 4 times 3 എന്നിട്ട് കണ്ടിന്യൂസ് കൗണ്ട് ചെയ്യിക്കും. ആൻസർ 12 കിട്ടും. 1 2 3 4 5 6 7 8 9 10 11 12 അങ്ങനെ കൗണ്ട് ചെയ്യിക്കുക. ആൻസർ 12. ഓക്കെ, ക്ലിയർ ആയോ? എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ചെയ്യിക്കുന്നത്? അഡീഷൻ തന്നെ 2 കൂടുതലൊക്കെ നമ്പേഴ്സ് ആഡ് ചെയ്യാനായിട്ട് സ്നേക്കിനെ പോലെ പ്ലേസ് ചെയ്യിച്ചിട്ട് അവരെ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ആദ്യത്തെ 2 വെച്ചിട്ട് ഇങ്ങനെ നോക്കി 5 അതിൽ കൂടുതൽ കൊടുക്കട്ടെ. കൂടുതൽ കൺഫ്യൂഷൻ ആക്കരുത്. ആദ്യം ഒരു 3 എണ്ണോ 4 എണ്ണോ ഒരുമിച്ച് വെച്ച് പിന്നെ 5 6 ആ രീതിയിൽ കുറേ ബീഡ്സ് ഒരുമിച്ച് ചേർത്തിട്ട് അത് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ ഒരു ഗെയിം പോലെ കുട്ടികൾ ഇൻട്രസ്റ്റ് ആയിട്ട് കളിച്ചു. ഓക്കെ, ക്ലിയർ ആയോ?
ഓടിപ്പിടിച്ച് പറഞ്ഞു ഇവിടെ ക്ലാസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, നാളെ പി ജിയുടെ ക്ലാസ് ഈവനിങ് ടൈമിൽ വെച്ചാൽ കുഴപ്പമില്ല. കൺഫേം ആയിട്ട് ഞാൻ പറയുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ ഇനി ലാംഗ്വേജ് ഏരിയയുടെ ഷെഡ്യൂൾസ് പറഞ്ഞു തരും. ഈ ആഴ്ച തന്നെ ചെയ്യാൻ തരാമെന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്കീം ഉള്ളത് നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആണ്. അത് കുറേ പേര് പോയി, എന്നാലും ഇനി അത് കൂടുതൽ ഹെൽപ്പായിരിക്കും. സ്കീമിനെ കുറിച്ച്, ലാംഗ്വേജ് സ്കീമിനെ കുറിച്ച് ടീച്ചർ നന്നായിട്ട് ക്ലാസ് എടുക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരു 5 മിനിറ്റ് പോലും ബ്രേക്ക് നിൽക്കില്ല തോന്നുന്നു. ആരുടെ ക്ലാസ് ആയിരുന്നു? ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടത്. താങ്ക് യു മാം. എന്റെ സെഷൻ മാം ഒരു കാര്യം ചോദിച്ചോട്ടെ മാം, ആ സർവേ റിപ്പോർട്ട് എഴുതാനായിട്ട് തന്നിട്ടില്ലേ? സോ അത് പേപ്പറിൽ തന്നെ എഴുതുന്നത് കമ്പൽസറി ആണോ, അതോ നമ്മൾ ഓൾറെഡി എഴുതി വെച്ച ആ ബുക്കിൽ തന്നെ എഴുതിയാൽ മതിയോ? മതി, ബുക്കിൽ എഴുതിയാൽ മതി. ഓക്കെ മാം, താങ്ക് യു. ആയതുകൊണ്ട് സെപ്പറേറ്റ് നിങ്ങൾക്ക് വേണം, അങ്ങനെയൊക്കെ ഒരു പ്രോജക്ട് റിപ്പോർട്ട് പോലെ വേണം ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് ആണല്ലോ. അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. ആ ക്വസ്റ്റ്യനെയർ നമ്മൾ ഫില്ല് ചെയ്ത് മേടിക്കുന്ന ആ ക്വസ്റ്റ്യനെയർ അതിനകത്ത് പിൻ ചെയ്താൽ മതിയോ? മതി മതി. ആ ഒരു കളക്ഷൻ ഉള്ള ടോപ്പിക് വരുന്ന ഭാഗത്ത് അത് വെക്കുക. ഒന്നും അതിനകത്ത് എഴുതണ്ട. ആ പാരന്റ്സ് ടിക്ക് ചെയ്തത് അത്രയും മാത്രം. ഓക്കെ മാം, താങ്ക് യു. ഏത് ക്ലാസ് ആണെന്ന് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യാം. നമുക്ക് അവരുടെ പേരും അങ്ങനത്തെ പേഴ്സണൽ ഇൻഫർമേഷൻ ഒന്നും വേണ്ട. ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, പിന്നെ പാരന്റ്സിന്റെ ജോബും കൂടെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്താൽ കുറച്ചുകൂടെ അനാലിസിന് എളുപ്പമായിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാം. പിന്നീട് ഐ മീൻ പേഴ്സൺ എ, പേഴ്സൺ ബി അങ്ങനെ കൊടുത്തിട്ട് കുട്ടിയുടെ ഏജ് മാത്രം സ്പെസിഫൈ ചെയ്താൽ പോരെ? മതി മതി. ഓക്കെ മാം. ചില ഫാമിലി സ്റ്റാറ്റസും കൂടെ അറിയാൻ നന്നായിരിക്കും. ഇപ്പൊ പാരന്റ്സ് ബോത്ത് വർക്കിംഗ്, കുട്ടി അവരുടെ കൂടെയല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് നല്ലതിനൊന്ന് മെൻഷൻ ചെയ്യുവാണെങ്കിൽ പിന്നീട് എടുത്ത് നോക്കുമ്പോഴേ നമുക്ക് എന്തുകൊണ്ട് ഈ കുട്ടിയുടെ റീഡിങ്സ് ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് സ്റ്റഡി ചെയ്യാം. അവരെയൊക്കെ എന്തെങ്കിലും ഒരു ഹെൽപ്പ്, ഒരു സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ അതൊക്കെ ആകാലും. മാം, ഐ തിങ്ക് ജോയിന്റ് ഫാമിലി ആവുന്ന സമയത്താണ് കുറച്ചുകൂടെ ഒരു ഇപ്പൊ പാരന്റ്സിന് ഇപ്പൊ എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിലും കൊടുക്കണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ഡിസിഷൻ ബാരിയർ വരുന്നത് ഈ ജോയിന്റ് ഫാമിലി ആവുന്ന കേസിൽ മാത്രമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചിലത് കൊടുക്കണ്ടെന്നുണ്ടെങ്കിലും അത് കൊടുത്തൂടെ, എന്താണ് കുട്ടിക്ക് എന്നൊരു ഓപ്ഷൻ ഇത് അവർക്ക് തോന്നുന്നുണ്ട്. ചിലത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് അറിഞ്ഞൂടെ എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. അപ്പൊ അതാണ് എനിക്ക് 1-2 കേസിൽ ഫീൽ ചെയ്തത്. പക്ഷെ നമുക്ക് ആ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിരുന്നില്ല ക്വസ്റ്റ്യനെയറിൽ. അപ്പൊ ഞാൻ ഫൈൻഡിങ്സിൽ അത് ആഡ് ചെയ്യാന്ന് കരുതി. ഓക്കെ സ്റ്റോറിയുടെ റെക്കോർഡ് പറഞ്ഞു തരാനുണ്ട് കേട്ടോ. ഞാൻ നെക്സ്റ്റ് ഫ്രൈഡേ നമ്മുടെ കമ്പൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ കയറും. ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ മെസ്സേജ് ഇട്ടേക്കാം. മെസ്സേജ് മീൻസ് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഒഫീഷ്യലായിട്ട് മെസ്സേജ് വരും. വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എന്റെ ക്ലാസ് ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു മെസ്സേജ്. അപ്പം ഈ പറഞ്ഞ സർവേ, അസൈൻമെന്റ്, മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത്, റെക്കോർഡ്, അങ്ങനെ എന്തൊക്കെയാ ഡൗട്ട് ഉണ്ടോ അത് മുഴുവനും ആ ഒരു സെഷനിൽ ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അതിപ്പോ ഈ ഫ്രൈഡേ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ഏതെങ്കിലും ഒരു ഫ്രൈഡേയിൽ കയറാലോ. നമുക്ക് ടൈം ഉണ്ടല്ലോ, കംപ്ലീഷൻ ആയിട്ടില്ലല്ലോ. സ്റ്റോറി പറയാൻ. പിന്നെ അഥവാ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും എന്തെങ്കിലും ഡൗട്ട്സ് കൊറിയൊക്കെ വരുവാണെങ്കിൽ മറ്റ് ക്ലാസ്സിൽ കയറുന്ന ടീച്ചർമാരോട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരു ദിവസം കൂടെ കയറാം. അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ എന്നെ പേഴ്സണലി അറിയിച്ചാൽ ഇറ്റ്സ് അപ് ടു യു. മോസ്റ്റ്ലി നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷൻ സെപ്റ്റംബർ 1st വീക്ക് തന്നെ വരുമായിരിക്കും. ഈ മാസത്തെ സാറ്റർഡേ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന്റെ ബഹളങ്ങളായി പോകുള്ളൂ. ഈ മാസത്തെ ലാസ്റ്റ് സാറ്റർഡേ പ്ലാൻ ചെയ്താലെന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പലരും കുട്ടികൾക്ക് അവധിയൊക്കെ ആയതുകൊണ്ട് 29th ആണെന്ന് തോന്നുന്നു ലാസ്റ്റ് സാറ്റർഡേ. കുട്ടികൾക്ക് അവധി ആയതുകൊണ്ട് നിങ്ങളും പല പല കാര്യങ്ങളിലും ഒക്കെ ആയിരിക്കും, പേഴ്സണൽ കുറെ കാര്യങ്ങളിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ മിക്കവാറും സെപ്റ്റംബറിലെ സാറ്റർഡേ ആയിരിക്കും, സ്കൂൾ തുറന്നതിന് ശേഷം സാറ്റർഡേ. വീക്ക് ഡേയ്സ് വെക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം സെപ്റ്റംബർ 5 തുടങ്ങി എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഇനി എന്താ മാനേജ്മെന്റ് പറയുന്നത് നോക്കട്ടെ, അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. നിങ്ങളുടെ കൺസേൺ നിങ്ങളും അറിയിക്കാം, അവർ പറയട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. കാണാം.
താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം.